I'm on the red carpet of 24 Business Conclave, and I have a special guest with me, Mr. Kiran Verghese. Hi, sir. How are you? പിറ്റാപ്പിൾ ഏജൻസിൻ്റെ CEO ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു 24 ആദ്യമായിട്ട്. അപ്പോൾ ഒരുപാട് പല സെക്ടേഴ്സിലുള്ള ആൾക്കാർ വരുന്നു, അവരുടെ ആശയങ്ങൾ പറയുന്നു, അവരുടെ ബിസിനസ് ഐഡിയാസ് പറയുന്നു. അപ്പോൾ ഇങ്ങനൊരു സംരംഭത്തെക്കുറിച്ച് എന്താണ്? കോൺക്ലേവുകൾ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ജോബാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഒരിക്കലും ആലോചിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മളെ സംബന്ധിക്കുന്നത്, രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത്, നമ്മളുടെ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരല്പം നിന്ന് ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. പക്ഷെ ഇത്തരം കോൺക്ലേവുകളുടെ ഭാഗമാകുമ്പോൾ, അവിടെയുള്ള ചർച്ചയുടെ ഭാഗമാകുമ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ സമഗ്രമായി ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നത്. ആ ഒരു അർത്ഥത്തിൽ 24-ൻ്റെ ഈ ഒരു ഇനിഷ്യേറ്റീവ് വളരെയധികം പ്രശംസ അർഹിക്കുന്നതെന്നാണ്. ഇന്നത്തെ ഡിസ്കഷൻ തന്നെ വ്യത്യസ്ത ഏരിയയിലുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു കോമൺ ഗോൾ, ഒരു കോമൺ ടോപ്പിക്കിൽ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം വളരെയധികം കോർഡിനേറ്റഡ് എഫേർട്ടാണ് ഏതൊരു കാര്യത്തിനും രാഷ്ട്രത്തിന് ആവശ്യമുള്ളത്. ഇന്നത്തെ ടോപ്പിക്ക് വികസിത ഭാരതത്തെ പറ്റിയാണ്. അപ്പോൾ അതിൽ സംസാരിച്ച വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങൾ, ഗവൺമെൻറ് എത്രത്തോളം അതിനകത്ത് ഇൻവോൾവ് ആവണം, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ്സുകൾ എങ്ങനെയാണ് അതിന് നല്ലൊരു ഗവൺമെൻറ് പോളിസി വരേണ്ടത്, സൈബർ സെക്യൂരിറ്റി ത്രെറ്റുകളെ പറ്റി ഒരുപാട് ചാലഞ്ചസിനെ പറ്റി പറയുമ്പോൾ, ഈ ഏരിയയിൽ വ്യത്യസ്ത ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് വന്ന് അവരുടെ ആശയങ്ങൾ പങ്കിടുമ്പോൾ നമുക്കും ഇതിനെപ്പറ്റി ചിന്തിക്കാനും നമ്മുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ചിന്തിക്കാനുള്ളൊരു അവസരമാണ്. ഈ വികസിത ഭാരതം എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ എങ്ങനെ ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്നത്തെ ചർച്ചയിൽ വളരെ മനോഹരമായിട്ട് പ്രതിപാദിച്ചു. കാരണം പുറത്തുനിന്ന്, ഇന്ത്യയുടെ പുറത്തുനിന്ന് ഭാരതത്തെ നോക്കിക്കാണുന്ന രാഷ്ട്രങ്ങൾ വികസിത ഭാരതം എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്ന രീതിയല്ല. സാധാരണക്കാരന് വികസിത ഭാരതം നൽകേണ്ട ഒരു ഫ്രീഡമുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതേസമയം ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഞാനെന്നൊരു രാഷ്ട്രത്തിലെ ഒരു പൗരൻ എന്ന രീതിയിൽ എങ്ങനെ അതിന് അക്കൗണ്ടബിൾ ആവുന്നതിൽ വളരെ മനോഹരമായ ചർച്ചയാണ് ഇന്നത്തെ തുടക്കത്തിൽ തന്നെ ഉണ്ടായത്. അപ്പോൾ വളരെ നല്ല ഒരു പ്രത്യേകം ശ്രീകണ്ഠൻ നായർ സാറിനും ഈ ടീമിനും ഒരു പ്രത്യേക ആശംസകളുണ്ട് പിട്ടാപ്പിള്ളിയുടെ പേരിൽ. വളരെ നല്ല ഇനിഷ്യേറ്റീവാണ്. താങ്ക് യു സാർ. അപ്പം ഇപ്പോൾ നിലവിൽ പറയാനുള്ള, താങ്കളിപ്പോൾ ഈ ഒരു ബിസിനസ് സെക്ടറിൽ കുറേ നാളുകളായിട്ടുള്ളതാണ് പിറ്റാപ്പിൾ ഏജൻസി. അപ്പം ഇവിടുത്തെ ചലഞ്ചസ് എന്താണ്, അതിനെ ഓവർകം ചെയ്ത ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പം മേജറായിട്ടാണ് പുതുതായിട്ട് സ്റ്റാർട്ടപ്പ്സ് തുടങ്ങുന്ന ഒരുപാട് ആൾക്കാർക്ക് മുന്നിലേക്ക് അങ്ങനെ ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്, എങ്ങനെയാണ് ഇത് ഓവർകം ചെയ്യുക? പിട്ടാപ്പിൾ ഏജൻസീസ് 35 വർഷം കംപ്ലീറ്റ് ആവുകയാണ് ജനുവരി 30 അപ്പോൾ ചാലഞ്ചസ്, ഇപ്പോൾ ന്യൂ കമേഴ്സിന് അഫക്റ്റ് ചെയ്യുന്ന പല ചാലഞ്ചസും ഇത്രയും വർഷമായിട്ട് സ്ഥാപനത്തിലുള്ള ഞങ്ങൾക്കും എഫക്റ്റഡ് ആവുന്ന ചാലഞ്ചസ്. ഇപ്പോൾ ക്യാപിറ്റൽ അവൈലബിലിറ്റി, അതിൽ വരുന്ന എക്സ്പെൻസസ്, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, ഏകീകൃതമായിട്ടുള്ള അപ്രൂവൽസിൻ്റെ പ്രോസസ്സ്, ഇതെല്ലാം ന്യൂ സ്റ്റാർട്ടപ്പിനുള്ള പോലെ തന്നെ അത്രയും ചാലഞ്ചസ് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത്രയും നാളത്തെ തഴക്കവും പഴക്കവും ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കത് യൂസ്ഡായി എന്ന് വേണമെങ്കിൽ പറയാം. പുതുതായിട്ട് സംരംഭം വരുന്ന ആൾക്കാർ ചിന്തിക്കേണ്ട രീതി തന്നെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് അവർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. പലപ്പോഴും ഇതിൽ വരുന്ന ആൾക്കാർ കുറച്ച് ഷോർട്ട് ലീവ്ഡ് ആയിട്ട് ഒന്ന് ഗ്രോ ചെയ്തത് സെല്ല് ചെയ്യുന്ന രീതി ചിന്തിച്ചുകൊണ്ടാണ് പലരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് വരുന്നത്. അപ്പോൾ ക്വിക്ക് റിട്ടേൺസ് ആണ് സ്റ്റാർട്ടപ്സിന് ഒരു മേജർ ഒരു ഫാക്ടറായിട്ട് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറി നിന്ന് ലോങ് ടേം നമ്മുടെ ചാലഞ്ചസിന് വേണ്ടിയുള്ള, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ ക്യാപിറ്റലാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള അതിൻ്റെ അപ്സ്കെയിലിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ആ ഏരിയയിൽ ഓരോ ഭാരതത്തിനും കേരളത്തിനും ആവശ്യമുള്ള ഏരിയയിൽ അവരെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെ കുറേ ടെക്നിക്കൽ സ്കിൽസ്, അതിനൊക്കെ ഫോക്കസ് ചെയ്താണെങ്കിൽ ലോങ് ടേം ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാവുന്ന ബിസിനസ്സുകൾ ചെയ്യാൻ പറ്റും. അതിൽ നിന്നുകൊണ്ട് റിട്ടേൺ കുറവാണെങ്കിലും അതിൻ്റെ വാല്യൂ ടു ദി കമ്മ്യൂണിറ്റി ആൻഡ് ടു ദി ഇൻഡിവിജ്വൽസ് ഹു ആർ എഫക്റ്റഡ് ബൈ ഭയങ്കര വലുതാണ്. അപ്പോൾ അത്തരം രീതിയിൽ കൂടി ചിന്തിച്ച് ഷോർട്ട് ടേം ബെനിഫിറ്റ് ആലോചിക്കാതെ ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാനെന്നുള്ളൊരു സജഷനാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. Thank you, sir. And we have Miss Maria Paul also, പിറ്റാപ്പിളിൻ്റെ ഡയറക്ടർ, മാർക്കറ്റിംഗ് ഡയറക്ടറാണ്. ഓക്കെ, എന്താണ് ഒരു ന്യൂ ഇയർ ആണ്, 2025 സ്റ്റാർട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്താണ് പുതിയ സ്ട്രാറ്റജീസ്, എന്താണ്, എങ്ങനെ ഗ്രോ ചെയ്യാനാണ് പുതിയ വർഷത്തിൽ ഒരുക്കം? പുതിയ വർഷത്തിൽ നമ്മൾ പിട്ടാപ്പിൾ ഏജൻസീസ് എല്ലാ മേഖലയിലും വളരാനുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. 81 ഷോറൂമായി ഞങ്ങൾ പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ എല്ലാ മേഖലയിലും എല്ലാ ലെവലിലുമുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചേരാൻ അതിനായിട്ടുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാനും അവരിലേക്ക് എങ്ങനെയാണ് ഇഫക്റ്റീവ്ലി നമ്മളുടെ ബ്രാൻഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബ്രാൻഡിൻ്റെ വാല്യൂസ് വഴി ആ ഒരു പിട്ടാപ്പിൾ ഏജൻസീസിന് ഒരു വാല്യൂ ബേസ്ഡ് ലെഗസിയാണുള്ളത്. അതെങ്ങനെ കസ്റ്റമേഴ്സിലേക്ക്, എല്ലാ ജനറേഷനിലേക്കുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഗോൾ ഈ ന്യൂ ഇയറിലേക്ക്. ഇന്നിപ്പോൾ ഈ കോൺക്ലേവിന് വന്നപ്പോൾ വളരെ നല്ല ഒരു മെസ്സേജാണ് കിട്ടുന്നത്. എല്ലാ മേഖലയിലും ഇപ്പം ഇവിടെ നമ്മൾ ഫോറിൻ പോളിസീസിനെ പറ്റി ഡിസ്കസ് ചെയ്തു, ഇന്ത്യയുടെ ഫ്യൂച്ചർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. 2047 നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ ലീഡേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു വിഷൻ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് നമ്മുടെ ഓർഗനൈസേഷനും എങ്ങനെ നമുക്കത് ബെനിഫിറ്റ് ചെയ്യുമെന്നുള്ളത് പഠിക്കാനൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. 24-നെ പ്രത്യേകം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇതുപോലെയുള്ള ഇനീഷ്യേറ്റീവ്സ് എല്ലാ വർഷവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you so much for sharing your thoughts, sir. Thank you. Thank you. Thank you, ma'am. So that was Kiran Verghese and Maria Paul from Pitapala Agencies.